25 വർഷം ഒരു സിനിമ ഇറങ്ങിയിട്ട് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും അതിലെ ഓരോ ഡയലോഗും നമുക്ക് കാണാപ്പാടമാണ്. அதிகமா ஆசைப்படுற ஆம்பளையும் அதிகமா கோபப்படுற പെമ്പിളയും നല്ല വാങ്ങുക ചരിത്രമേ കിടയാതെ നമ്മൾ പറഞ്ഞാൽ ഒക്കത്തില്ല. പക്ഷേ ഈ ഒറ്റ ഡയലോഗ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങി വന്ന സ്റ്റൈൽ മന്നൻ്റെ എൻട്രിയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. പക്ഷേ ചോദ്യം അതല്ല, ഒരു സിനിമയ്ക്ക് എങ്ങനെയാണ് 25 വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? 1999 തമിഴ് സിനിമയെ മൊത്തത്തിൽ മാറ്റിമറിച്ച രജനീകാന്ത് എന്ന സൂപ്പർ സ്റ്റാറിനെ നമ്മുടെ എല്ലാം തലവറാക്കിയ ആ ഒരൊറ്റ മാജിക് ഇല്ലേ, അതിൻ്റെ പിന്നിലെ കഥയാണ് നമ്മളിന്ന് പൊളിക്കാൻ പോകുന്നത്. നാട്ടിലേക്ക് തിരികെ വരുന്ന ഒരു നായകൻ, പ്രതികാരം തലയ്ക്ക് പിടിച്ച ഒരു സ്ത്രീ, കൂടെ AR റഹ്മാന്റെ കിടുക്കൻ മ്യൂസിക്, ഇത് മൂന്നും ചേർന്ന ഒരു സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് അടിച്ചു പൊളിച്ച ഒരു കഥ നമുക്ക് നോക്കാം. സമയം 90കളുടെ അവസാനം. മുത്തു എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഹിറ്റ് കഴിഞ്ഞ രജനീകാന്ത് ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുന്ന ടൈം. ഇതിനിടയിൽ പുള്ളി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ വാർത്തകൾ വന്നു. ഇതെല്ലാം തലവരുടെ ഇമേജിനെ ചെറുതായിട്ടൊന്നും ബാധിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ തലവർക്ക് ഒരു രക്ഷയുമില്ലാത്ത ഒരു 1.5 തിരിച്ചുവരവ് നടത്തിയേ പറ്റൂ. അങ്ങനെയാണ് മുത്തു എടുത്ത അതേ KS രവികുമാറിന്റെ അടുത്തേക്ക് തലവർ വീണ്ടും എത്തുന്നത്. അതേസമയം വെറും അടിയിടി പടം കണ്ട് ജനങ്ങൾ മടുത്തിരുന്നു. അവർക്ക് വേണ്ടി നല്ലൊരു ഫാമിലി സ്റ്റോറിയാണ്, പവർഫുൾ കഥാപാത്രങ്ങളുള്ള ഒരു സിനിമ. അങ്ങനെ ഇരിക്കുകയാണ് 1999 ഏപ്രിൽ 10 പടയപ്പ തിയേറ്ററിലേക്ക് വരുന്നത്. വെറുതെ ഒരു വരവല്ല, ലോകം മുഴുവൻ 200-ലധികം പ്രിന്റുകളുമായിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി, അന്നത്തെ കാലത്ത് ഇതൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. സംഭവം വേറെ ലെവലായിരുന്നു. ഏത് സിനിമ എടുത്താലും അതിന്റെ മെയിൻ ഹൈലൈറ്റ് ഹീറോയും വില്ലനും തമ്മിലുള്ള പോരാട്ടമായിരിക്കും. പടയപ്പയുടെ കാര്യത്തിൽ അത് തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയ ഷോ ഡൗൺ ആയിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പടയപ്പ. ആളൊരു ഹീറോ മാത്രമല്ല, ഒരു എഞ്ചിനീയറാണ്. പക്ഷേ നാടും വീടും മറക്കാത്ത ഒരാൾ. കുടുംബത്തിന് വേണ്ടി എല്ലാം നഷ്ടപ്പെടുന്നു, എല്ലാം. പിന്നെ സീറോയിൽ നിന്ന് ലൈഫ് തിരിച്ചു പിടിക്കുകയാണ്. അന്നത്തെ ചെറുപ്പക്കാർക്ക് ഇതൊരു രക്ഷയില്ലാത്ത ഇൻസ്പിറേഷൻ ആയിരുന്നു. കൂടെ ലെജൻഡറി പഞ്ചലൈനും വഴി തനീ വഴി, ഈ ഡയലോഗുകളൊക്കെ രജനിയുടെ സൂപ്പർ സ്റ്റാർ പദവി വേറെ ലെവലിലേക്ക് എത്തിച്ചു. അതിലെ പല ഡയലോഗും രജനീകാന്തിനെ എഴുതാമെന്ന് നിങ്ങൾക്കറിയാം. ഇനി മറ്റേ സൈഡിൽ നീലാംബരി, അവരൊരു വില്ലൻ കഥാപാത്രം ചെയ്യുകയില്ല. വില്ലൻ എന്ന വാക്കിന് പുതിയൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. അഹങ്കാരം, പ്രതികാരം, തനിക്ക് വേണ്ടതെന്ന് കണ്ടാൽ എന്തും ചെയ്യും. ഹീറോ തന്റെ പ്രണയം നിരസിച്ചതിന് 18 വർഷം, പ്രതികാരത്തിന് വേണ്ടി 18 വർഷമാണ് അവർ കാത്തിരുന്നത്. ഈ സിനിമയിലെ ഒരൊറ്റ പെർഫോമൻസിന് രമ്യാകൃഷ്ണൻ മികച്ച നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും കിട്ടി. പക്ഷേ സിനിമയിൽ ഹീറോയും വില്ലനും മാത്രമല്ലല്ലോ വേണ്ടത്. അവിടെയാണ് വസുന്ധരയുടെ എൻട്രി. നീലാംബരിയുടെ നേരെ ഓപ്പോസിറ്റ്, വളരെ ശാന്തത, സ്നേഹമുള്ളവർ, പടയപ്പയെ ബഹുമാനിക്കുന്നവർ. നീലാംബരിയുടെ പവറിന് മുന്നിൽ ഒതുങ്ങിപ്പോയെങ്കിലും പടത്തിന്റെ ഹൃദയം വസുന്ധരയായിരുന്നു. രജനീകാന്തും സൗന്ദര്യം തമ്മിലുള്ള കെമിസ്ട്രി സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങൾ ഒന്നായി മാറി. പക്ഷെ ഒരു സിനിമയിൽ ലെജൻഡറി ആക്കുന്ന അതിലെ കഥാപാത്രങ്ങൾ മാത്രമല്ലല്ലോ, ടെക്നിക്കൽ സൈഡും പവർഫുൾ ആണ്. പടയപ്പയുടെ കാര്യത്തിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, AR റഹ്മാൻ. ഇതിലെ പാട്ടുകൾ വെറും ഹിറ്റുകളായിരുന്നില്ല, അതൊക്കെ ഓരോ ആഘോഷങ്ങളായിരുന്നു. മിൻസാര കണ്ണ എന്ന പാട്ട് മാസങ്ങളോളം ചാർട്ടുകളിൽ 1ാം സ്ഥാനത്തായിരുന്നു. എൻ പേര് പടയപ്പ എന്ന ടൈറ്റിൽ സോങ് രജനിയുടെ ഇൻട്രോയ്ക്ക് കൊടുത്ത ഒരു എനർജി അത് വേറെ തന്നെയായിരുന്നു. വെട്രി കൊടികെട്ട് എന്നത് വിജയങ്ങളെ ആഘോഷിക്കുന്ന സ്ഥിരം ഒരു സോങ്ങായി മാറി. ഓരോ സീനിലും, പ്രത്യേകിച്ച് രജനീകാന്ത് രമ്യാകൃഷ്ണമുള്ള സീനുകളുടെയൊക്കെ തീവ്രത കൂട്ടി റഹ്മാന്റെ BGM ആയിരുന്നു. ഏകദേശം 7 ലക്ഷം ഓഡിയോ കാസറ്റിലാണ് അന്ന് വിറ്റുപോയത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇന്നത്തെ കാലത്ത് അതൊക്കെ ചിന്തിക്കാൻ പറ്റും. 7 ലക്ഷം. ഇതിന്റെ പിറകിലുള്ള ചില കഥകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും. ഇത്രയും പവർഫുള്ളായ ഒരു സ്ത്രീ പ്രതിനായക വേണം എന്ന ഐഡിയ രജനീകാന്തിനെ തന്നെയായിരുന്നു. അവർ ആദ്യം ഈ റോളിലേക്ക് പരിഗണിച്ച് വേറെ പല നടിമാരെയായിരുന്നു. പക്ഷേ അവസാനം നറുക്ക് വീണത് രമ്യാകൃഷ്ണനും സൗന്ദര്യക്കുമായിരുന്നു. അതായിരുന്നു വിധി. വേറൊരു സംഭവം, ഈ സിനിമയ്ക്ക് ആദ്യം കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായിരുന്നു. സാക്ഷാൽ കമൽഹാസൻ, അതെ, ഉലക നായകൻ തന്നെ, പുള്ളിയുടെ അഡ്വൈസ് പ്രകാരമാണ് സിനിമയുടെ ലെങ്ത് കുറച്ച് ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് പേസിലേക്ക് മാറ്റിയത്. ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇതൊരു ചരിത്രമായിരുന്നു. പടയപ്പ പണം വാരിയെന്നല്ല പറയേണ്ടത്, അന്നേ വരെയുള്ള തമിഴ് സിനിമകളിലെ ഏറ്റവും വലിയ കളക്ഷൻ നേടിയ പടമായി മാറി. തമിഴ്നാട്ടിൽ മാത്രം 86 തിയേറ്റർ 100 ദിവസം ഓടി. ഒന്ന് ഓർക്കണം, അതൊരു വൈൽഡ് റെക്കോർഡായിരുന്നു. വിദേശത്തും പടയപ്പ കോടികളാണ് വാരിക്കൂട്ടിയത്. സിനിമയിലെ ഡയലോഗുകൾ നമ്മുടെയൊക്കെ സംസാരത്തിന്റെ ഭാഗമായി മാറി. നീലാംബരിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഒരു ഫാഷൻ ട്രെൻഡായി. ചുരുക്കി പറഞ്ഞാൽ ഈ ഒറ്റ സിനിമ എല്ലാം മാറ്റിമറിച്ചു. KS രവികുമാർ തമിഴിലെ ടോപ്പ് ഡയറക്ടർമാരിൽ ഒരാളായി. എന്തിനാ, മിൻസാര കണ്ണ, വെട്രി കൊടികെട്ട് എന്നീ പേരുകളിൽ പിന്നീട് സിനിമകൾ വരെ വന്നു. അതുകൊണ്ട് നമ്മൾ രജനീകാന്തിന് 50 വർഷത്തെ സിനിമാ ജീവിതം ആഘോഷിക്കുമ്പോൾ പടയപ്പ പുതിയ ടെക്നോളജി വീണ്ടും തിയേറ്ററിലേക്ക് വരികയാണ്. ഇത് വെറും ഒരു റിലീസ് അല്ല, ഇതൊരു ഉത്സവമാണ്. ഒരു ജനറേഷന്റെ ആവേശം മുഴുവൻ ഒന്നിക്കുന്ന ഒരു ആഘോഷം. രജനീകാന്ത് എന്ന ലെജൻഡിന്റെ കരിയറിലെ ഏറ്റവും വലിയ ചാപ്റ്ററുകൾ ഒന്നാണിത്. വെറും ഒരു സിനിമ മാത്രമല്ല, ഫാമിലി, സെൽഫ് റെസ്പെക്ട്, ഹാർഡ് വർക്ക്, ഇതിൻ്റെയൊക്കെ ഒരു പാഠപുസ്തകം കൂടിയാണിത്. ഒരു സിനിമ എങ്ങനെ കാലത്തെയും മറികടന്ന് ഒരു ഇമോഷനായി മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. നിങ്ങൾ പടയപ്പയുടെ പഴയ ഫാൻ ആണെങ്കിൽ ഉറപ്പായും തിയേറ്ററിൽ പോയി കാണുക. ഇനി ഈ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും കാണാനുള്ള ഒരു ചാൻസ് ആണ്. ബിഗ് സ്ക്രീനിലെ ഈ മാജിക്കൽ എക്സ്പീരിയൻസ് മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഫേവറേറ്റ് പടയപ്പ മൊമെന്റ് ഏതാണെന്ന് ഇപ്പോൾ തന്നെ കമന്റായി പറയാം. അപ്പോൾ ഇതുപോലെ ഹീറോയുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്ത ഏത് വില്ലനെയാണെന്ന് ഓർമ്മ വരുന്നത്? നീലാംബരിയെ വെല്ലാൻ തമിഴ് സിനിമ വേറെ ആരെങ്കിലും ഉണ്ടോ? മറക്കാതെ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ കിടലൻ സിനിമ റിലേറ്റഡ് കഥകൾക്കായി വീണ്ടും കാണണമെങ്കിൽ, വീണ്ടും കേൾക്കണമെങ്കിൽ മറക്കണ്ട, ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. താങ്ക് യു.